ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നാണ് ആ ദിവസം. എല്ലാവരും കാത്തിരിക്കുന്ന ദിവസമെന്ന് ഞാൻ പറയില്ല, പക്ഷേ കുറേ പേരൊക്കെ കാത്തിരുന്ന ദിവസം ഇന്നാണ്. SSLC റിസൾട്ട് ഇന്ന് വരും, ഇന്ന് വൈകുന്നേരം 3 മണിക്ക്. അപ്പോൾ കുറേ പേർക്കൊക്കെ പേടി, കുറേയല്ല മിക്കവാറും എല്ലാവർക്കും പേടി കാണും. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ലൈഫിലൊരു പബ്ലിക് എക്സാം എഴുതുന്നത്. സോ അതിൻ്റെ ഒരു ടെൻഷനും പേടിയൊക്കെ എല്ലാവർക്കും കാണും. ആൻഡ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് പറ്റുന്ന അത്രയും മാക്സിമം നിങ്ങളുടെ എഫേർട്ട് ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി റിസൾട്ട് വരുന്നത് അതെല്ലാം ഇനിയും ദൈവത്തിൻ്റെ കയ്യിൽ, അങ്ങനെ നോക്കിയ ടീച്ചേഴ്സിൻ്റെ കയ്യിൽ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ എത്ര എഫേർട്ട് ഇട്ട് പഠിച്ചിട്ടും ഫുൾ A+ കിട്ടിയില്ല എങ്കിൽ നിങ്ങളുടെ തെറ്റല്ല. അതങ്ങനെയാണ്, ലൈക്ക് ഇത് ഫെയ്റ്റ് ആണെന്ന് വിചാരിക്കാം. അപ്പം ഇനിയിപ്പം എല്ലാ വർഷവും കണ്ടുവരുന്നത് ഫുൾ A+ കിട്ടിയില്ല എന്നും പറഞ്ഞ് സൂയിസൈഡ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അങ്ങനെ ഒരു മണ്ടത്തരങ്ങളൊന്നും ചെയ്യരുത്. കാരണം എല്ലാവരും പറയും SSLC ഈസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിങ്ങാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ബട്ട് നമ്മുടെ ലൈഫിലെ ഏറ്റവും അങ്ങോട്ട് ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് അല്ല. ബിക്കോസ് SSLC ഇമ്പോർട്ടൻസ് ഓൺലി ഫോർ +1 അഡ്മിഷൻ. +1 അഡ്മിഷന് വേണ്ടി മാത്രമേ SSLC ഇമ്പോർട്ടൻസ് ഉള്ളൂ. അല്ലാതെ വേറെ എവിടെ പോയാലും SSLCയുടെ മാർക്ക് ലിസ്റ്റ് അങ്ങനെയൊന്നും ചോദിക്കില്ല. എല്ലാവരും എപ്പോഴും ചോദിക്കുക +2 മാർക്ക് ലിസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇപ്പം നല്ലൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി എല്ലാവരും പറയും SSLC ആണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഇത് എന്നൊക്കെ കുറേ പേര് പറയും. പക്ഷെ അതിലൊന്നും ഒരു കാര്യവും ഇല്ല. അപ്പം ഫുൾ A+ കിട്ടിയവർ വരെ ജോലി ഇല്ലാതെ ഇരിക്കുന്നു. സോ നമ്മൾ ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മുടെ ജീവിതം ഫുള്ളായിട്ടേ കളയാൻ, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഫുൾ A+ കിട്ടിയാൽ സന്തോഷം, കിട്ടിയില്ലെങ്കിൽ പോട്ടെ, നമുക്ക് +2ൽ ഫുൾ A+ വാങ്ങിക്കാം. അല്ലാതെ 10th ഫുൾ A+നൊന്നും വലിയ ഇതൊന്നും ഇല്ല. പക്ഷേ നമ്മൾ അഡ്മിഷന് വേണ്ടി എല്ലാവരും ഇങ്ങനെ പറയും 10th ആണ് ലൈഫിലെ ഏറ്റവും വലിയ സംഭവം. ഇപ്പോൾ +1ലോട്ട് കയറുമ്പോൾ എല്ലാവരും പറയും +1 ആണ് ഏറ്റവും വലുത്, +2 ആണ് ഏറ്റവും വലുത്, ഈ 2 വർഷം നല്ലപോലെ പഠിച്ചാൽ എന്നൊക്കെ എല്ലാവരും പറയും. അതാണ് ശരിക്കും സത്യാവസ്ഥ. ബട്ട് നമ്മൾ 10th വരുമ്പം ടീച്ചേഴ്സ് എല്ലാം പറയുന്നത് ഈ ഒരു വർഷം നീ നല്ലപോലെ പഠിച്ചാൽ മതി, ഇനിയും പഠിക്കേണ്ടെന്ന് പറയും. പക്ഷേ അതല്ല, +1 +2 ആണ് നമ്മൾ നല്ലപോലെ പഠിക്കേണ്ടത്. അപ്പം ഇന്ന് റിസൾട്ട് കാത്തിരിക്കുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ആൻഡ് എല്ലാവർക്കും അവർ ഉദ്ദേശിച്ച റിസൾട്ട് തന്നെ കിട്ടട്ടെ. ആൻഡ് നിങ്ങൾ ഒന്നും പഠിക്കാതെ പോയി എഴുതി ഫുൾ A+ കിട്ടിയില്ലെന്നും പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്നതിൽ കാര്യമില്ല. കാരണം എല്ലാത്തിനും നമ്മൾ കുറച്ച് എഫേർട്ട് ഇടണം. ആൻഡ് SSLC എന്ന് പറയുന്നത് ഭയങ്കര എളുപ്പമാണ്. ടു ബി ഹോണസ്റ്റ്, +1 ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര എളുപ്പമാണ് SSLC. നമുക്കൊരു എക്സാമിൻ്റെ 3-4 ദിവസം മുമ്പ് പഠിച്ചാലും ഫുൾ A+ വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. സോ ആൻഡ് ഇനിയിപ്പോൾ ഫുൾ A+ കിട്ടിയില്ല എങ്കിലും വിഷമിക്കാനൊന്നും പോകണ്ട. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടങ്ങൾ എന്തെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് കിട്ടിയ ഗ്രേഡൊന്നും കൂടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ. ആൻഡ് എങ്ങനെയാണ് SSLC റിസൾട്ട് ചെക്ക് ചെയ്യുന്നതെന്ന് ഞാൻ ലാസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് റിസൾട്ട് വരുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ആൻഡ് ഈ സൂയിസൈഡ് അങ്ങനെ ഒന്നും പോവരുത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് വരുന്നത് 3 മണിക്കാണ് ടൈം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വാർത്താസമ്മേളനം 3 മണിക്കായിരിക്കുമെന്ന് തോന്നുന്നു. വാർത്താസമ്മേളനം കഴിഞ്ഞ ഉടനെ ആയിരിക്കും ചിലപ്പോൾ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. എന്നാലും നിങ്ങൾ സൈറ്റ് കയറി നോക്കുക, www.parikshabhavan.com, അല്ലെങ്കിൽ SSLC റിസൾട്ട് 2025 എന്നടിച്ചാൽ വരും. ആൻഡ് കൂടുതൽ എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടാൻ ഒരു ആപ്പുണ്ട്, സഫലം എന്ന് പറയുന്നത്. ആ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുന്നത്. ഞാൻ അതിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡിങ് ലാസ്റ്റിലിടാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ റിസൾട്ട് എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ റിസൾട്ട് ചെക്ക് ഗൂഗിളിൽ പോയിട്ട് SSLC റിസൾട്ട് 2025 എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ശിക്ഷ എന്ന് പറയുന്ന ഈ ഒരു കാണും. അപ്പോൾ ഫസ്റ്റ് കാണുന്ന അതിലോട്ട് കയറുക. ഓക്കെ, അപ്പോൾ അതിൽ കയറുമ്പോൾ results.kite.kerala.government.in എന്നൊരിതുണ്ട്, അതിൽ കയറുക. ആൻഡ്
ഗോ ടു വെബ്സൈറ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ നേരെ റിസൾട്ട് വരുന്ന സൈഡിലെത്തും. അവിടെ നിങ്ങൾക്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് രജിസ്റ്റർ നമ്പർ എന്നൊരു കോളവും കാണും, ഡേറ്റ് ഓഫ് ബർത്ത് എന്നൊരു കോളവും കാണും. അത് രണ്ടും കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ആദ്യം അടിച്ചു കൊടുക്കുമ്പോൾ ഫസ്റ്റ് ട്രയൽ തന്നെ കിട്ടണം എന്നില്ല. കാരണം ഇത്രയും കുട്ടികൾ റിസൾട്ട് നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് ചിലപ്പോൾ സൈറ്റ് ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ടെൻഷൻ അടിക്കാതെ കുറച്ച് കഴിഞ്ഞ് നോക്കുക. ഇനി ഞാൻ മറ്റേ ആപ്പിലേയും കൂടെ കാണിക്കാം. അപ്പോൾ പ്ലേ സ്റ്റോർ എടുത്തിട്ട് സഫലം 2025 എന്നടിക്കുക. കഴിഞ്ഞ പ്രാവശ്യം സഫലം 2024 ആയിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം സഫലം 2025 അടിച്ചിട്ട് ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സർഫേസാണ് വരുന്നത്. നമ്മൾ നേരിട്ട് വെബ്സൈറ്റിൽ പോകുന്ന അതേ സർഫേസ് തന്നെയാണ് ഇവിടെയും വരിക. അപ്പോൾ ഇതിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്തിട്ട് മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യണം. ആൻഡ് ഓൾസോ നിങ്ങളുടെ റിസൾട്ട് കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നിങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ട് തന്നെ കിട്ടട്ടെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.